ഒരേ സമയം ബി ജെ പിയെ എതിർക്കുകയും അതേസമയം തന്നെ ആരും അറിയാതെ ബി ജെ പിയുമായി സമവായത്തിലെത്തുന്നതും ഇപ്പോൾ സി പി എമ്മിന്റെ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു രീതി, പിണറായി വിജയന്റെ ഈ ഒരു രീതിയോട് ഇപ്പോൾ സി പി എമ്മിനകത്ത് തന്നെ പല നേതാക്കന്മാർക്ക് ഇടയിലും മുറുമുറുപ്പ് തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ബി ജെ പിയുടെ നീക്കത്തിനെതിരെ ഘോരഘോരം പ്രസംഗിച്ച അല്ലെങ്കിൽ വലിയ വലിയ സമരങ്ങൾ കാഴ്ചവെച്ച SFIയെ പോലും തമാശയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട് എല്ലാത്തിനും ഒരു അവസാനം എന്നോണം ഇപ്പോൾ ബി ജെ പിയുമായി ഒരു സഖ്യത്തിലേക്ക് ചേരുന്നത് പോലെയുള്ള ആ ഒരു രീതിയിലേക്കാണ് പിണറായി വിജയൻ മാറിയിരിക്കുന്നത്. അല്ല, ഈ SFIയിലെ നേതാക്കന്മാർക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവര് ശബരിമലയിൽ പോയി ശാസ്താവിനെ ഒന്ന് തൊഴുവണം. കാരണം ഇവരുടെ SFIക്കാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ളൊരു നിലപാട് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളെ സമരഭരിതമാക്കുന്നതും ഇവിടുത്തെ തെരുവുകളെ സംഘർഷഭരിതമാക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ SFIക്കാര് ഇവിടെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറെ റോഡിൽ തടയുന്നൊരു സാഹചര്യമുണ്ടായി. ആരിഫ് ഖാനെ ഇവിടുന്ന് മാറ്റിയിടുന്നൊരു സാഹചര്യമുണ്ടായി. ആരിഫ് ഖാനെതിരെ വലിയ രീതിയിലുള്ള പോസ്റ്ററുകൾ അല്ലെങ്കിൽ അദ്ദേഹം മുറുക്കാൻ ചവയ്ക്കുന്നതിനെതിരെ വരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയ സംഘടന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SFI നമുക്ക് എടുത്തു പറയേണ്ടി വന്നൊരു സംഘടനയുണ്ട്. ഇന്ന് SFI എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SFIയുടെ നേതാക്കന്മാരൊക്കെ വാ മൂടിക്കെട്ടി വീടിനകത്ത് കഥയൊക്കെ അടച്ചിരുന്ന് മൂളിയിരുന്ന് കരയുകയാണ് എന്നൊരു പറച്ചിലാണ് ഇപ്പോൾ. കാരണം 1000-ഓളമുള്ള യുവാക്കളുടെ ആ ഒരു ജീവനും ജീവിതവും ബലിയർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പോലും അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ടാണ് ഇത്രയും വലിയ സമരങ്ങളിലേക്ക് ഈ പറയുന്ന SFI പോകുന്നത്. നമുക്കറിയാം, വളരെ അക്രമാസക്തമായ രീതിയിലായിരുന്നു കഴിഞ്ഞ പല സമരങ്ങളിലും SFI കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും അവസാനം അവരെ നേതാക്കന്മാരൊക്കെ നോക്കണം എങ്ങനെയാണ് സിസ തോമസ് ഇപ്പോ നിയമനത്തിലേക്ക് വന്നതെന്നോ എങ്ങനെയാണ് അവർ സുഗമമായിട്ട് അവർ ആ സീറ്റിലേക്ക് വന്നിരുന്നതെന്നും എന്നൊക്കെ ഒന്ന് പഠിക്കണം. എന്നിട്ട് സ്വന്തം പാർട്ടിയെ ഒന്ന് വിമർശിക്കാൻ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ഒന്ന് സംസാരിക്കാൻ ഇവിടുത്തെ SFIക്കാർ തയ്യാറാകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തെ ഇത്രയും വലിയ സംഘർഷഭരിതമാക്കിയത് എന്തിനാണ് എന്നൊരു ചോദ്യം പിന്നെ അവിടെ ബാക്കിയാണ്. എന്ത് നാടകമാണ് പിന്നെ SFI അവിടെ കാഴ്ചവെച്ചത്? ഇവിടെ SFIയുടെ സംസ്ഥാന നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ, സംസ്ഥാന സെക്രട്ടറിയൊക്കെ മാധ്യമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ SFIക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ അഴിച്ചുവിടുന്ന പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലും തെരുവോരങ്ങളിലും എല്ലാം. വലിയ അവര് പറയുന്നത്, എനിക്ക് SFIയുടെ നേതാവ് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി, അതായത് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ഗുണ്ടായുസം ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ അത് ചെയ്യും. കാരണം ഞങ്ങളെ അതിനി ഗുണ്ടകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ വിശേഷിപ്പിച്ചാലും കുഴപ്പമില്ല. ഇത്തരത്തിലായിരുന്നു ആ ഒരു വ്യക്തിയുടെ പ്രസ്താവന എന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുള്ളൂ. പക്ഷെ ഇപ്പോ അദ്ദേഹം എവിടെ? അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. SFIയുടെ പല നേതാക്കന്മാരെയും ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് പറയാൻ മറുപടി ഇല്ലാത്തൊരവസ്ഥയാണ്. ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര നിലപാടുണ്ട്? എന്താണ് അവർക്ക് നിലപാട്? ഇപ്പൊ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്കായിരുന്നു റിവേഴ്സ് അടിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോ ഈ ഒരു വിഷയത്തിലും. ആദ്യമേ ഇവർക്ക് ഗവർണർക്കെതിരെയാണ്, VCക്കെതിരെയാണ്, യൂണിവേഴ്സിറ്റിയിൽ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ സമരങ്ങൾ നടത്തിയിട്ട് അവസാനം എന്താണ്? ഇതെല്ലാം പഴയ സമരങ്ങളല്ലേ, പഴയ കാര്യങ്ങളല്ലേ. ഈ പഴയ കാലത്ത് നിങ്ങൾ എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. എന്തിനാണ് നിങ്ങളിത് ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. എന്തിനാണ് തെരുവിലിറങ്ങി ഇവിടെ ഗവർണറെ തടയേണ്ടത്? ഗവർണർ പോകുന്ന വണ്ടിയിൽ ചെരുപ്പ് ഊരിയെറിയുക, ജയിലിൽ പോകുന്ന അവസ്ഥയിലേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് SFI എന്തിനാണ് സംഘർഷങ്ങൾ നടത്തിയത്, സമരങ്ങൾ നടത്തിയത്? അവിടെ ചോദ്യം ബാക്കിയാണ്. ഇന്ന് ആ ചോദ്യത്തിന് ഉത്തരം അവിടെ സീറ്റിലിരിപ്പുണ്ട്, VCയുടെ സീറ്റിലിരിപ്പുണ്ട്. ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ ഭാരതാംബ വിഷയം എന്തിനായിരുന്നു ഇത്തരത്തിലുള്ള നാടകങ്ങൾ? എന്താണ് ഇതൊക്കെ തന്നെയും ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ അല്ലെങ്കിൽ CPMന്റെ ഭാഗത്ത് നിന്നുള്ള എതിർപ്പുകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് SFI ഇതിനെല്ലാത്തിനും മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇന്നത്തെ ഈ പറയപ്പെടുന്ന SFI നേതാക്കളൊക്കെ തന്നെ നാളെ പിന്നീട് മറ്റു പല ഉയർന്ന നേതാക്കന്മാരായിരിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം അവരുടെ മനസ്സിലുണ്ട്. സ്വാഭാവികമായും CPMന്റേതായ ആശയങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന രീതിയിലേക്കായിരുന്നു SFI ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെയൊക്കെ തച്ചൊടിച്ചുകൊണ്ട് CPM അവരുടെ ആശയങ്ങൾ മാറ്റി BJPക്ക് കൈ കൊടുക്കുന്ന ഒരു രീതിയാണ്. ഈ ഭാരതാംബ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് മൗനസമ്മതത്തോടു കൂടി പിണറായി വിജയൻ തന്നെ ഇതിനെല്ലാം അനുവദിക്കുന്ന ഒരു രീതിയിലേക്ക് യഥാർത്ഥത്തിൽ BJPയും CPMും തമ്മിലുള്ള ഒരു ബന്ധം തുറന്നു കാണിക്കുകയല്ലേ ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ BJPയുമായിട്ടുള്ള അടുപ്പം കുറെ കാലങ്ങളായിട്ട് CPM കാണിക്കുന്നുണ്ട്. ഇപ്പോൾ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും രഹസ്യമായിട്ട് ഒപ്പിട്ട് കൊടുക്കേണ്ട
ഒരു വിഷയം അവിടെ എങ്ങനെ ഉണ്ടായി, രഹസ്യമായിട്ടൊരു ഒപ്പിട്ട് കൊടുക്കാൻ എങ്ങനെ പിണറായി വിജയന് ഒരു ബോധ്യം വന്നു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അല്ലാതെ അറിയാതെ ഞാൻ ഒപ്പിട്ട് കൊടുത്തതെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിക്കുന്നവരൊക്കെ വെറും മണ്ടന്മാരാണ്, അല്ലെങ്കിൽ ഭരിക്കുന്നത് വെറും വാഴയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഇപ്പോ PM-ശ്രീ ആണെങ്കിലും ഭാരതാംബ വിഷയമാണെങ്കിലും ഇത്രയും വിഷയങ്ങൾ ഇവിടെ നടന്നത് എന്ത് കോപ്രായത്തരം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. SFI പിന്നെ എന്തിനാണ് ഇത്രയും വലിയ സമരങ്ങൾ കാഴ്ചവെച്ചത്, അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ടത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. എന്തിനാണ് ഇവരെല്ലാം ചെയ്തത്? അവസാനം BC-യെ കൊണ്ടിരുത്താനും. ഇന്നത്തെ ഓരോ ദിവസത്തെയും വാർത്തകൾ എടുത്തു നോക്കി ഇതിലും വലിയ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും നിലവിൽ CPM-നെ സംബന്ധിച്ചപ്പോൾ BJP-യും കൂടെ ചേർത്ത് പിടിക്കാതെ അല്ലെങ്കിൽ അവരെ കൂടെ SFI-ക്കാരെ വാപത്തി പൊട്ടി കരയിപ്പിക്കേണ്ട അവസ്ഥയിൽ എത്തിപ്പിച്ചില്ലേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനും അവർ കൃത്യമായ മറുപടി എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ മറുപടി വന്നു. ഇതൊക്കെ പഴയ സമരങ്ങളല്ലേ, കാലം മാറിയെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ CPM-നെ കളിയാക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കളിയാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച സമരങ്ങളുണ്ട്, കമ്പ്യൂട്ടറിനെതിരെയും ട്രാക്ടറിനെതിരെയും ഒക്കെ നടത്തിയ സമരങ്ങൾ. കാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് അവർക്ക് മനസ്സിലാവുന്നത് ആ സമരത്തിന് ആവശ്യമില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ കാലം കഴിഞ്ഞു പോയില്ലേ എന്ന് പറയുന്ന വിഷയത്തിൽ ഈ സമരം കാലം കഴിഞ്ഞു പോയി. അല്ല, ഇതിപ്പോ അവർക്ക് അറിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. തദ്ദേശത്തിൽ കിട്ടിയ തിരിച്ചടി കാരണം ഇനി എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് CPM, പ്രത്യേകിച്ച് പിണറായി വിജയൻ. അല്ല, നമ്മൾ CPM-നെ പൂർണ്ണമായും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. കാരണം പല നേതാക്കന്മാരും ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അവരുടെ ഒന്നും ശബ്ദം പുറത്തേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊക്കെ പറയുന്നതിന് പരിമിതികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലർക്കും പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പിണറായി വിജയനെ ഭയപ്പെട്ടോ അതെ, പിണറായി വിജയനെ ഭയന്നിട്ടോ മറ്റോ ഒന്നും പറയാതെ എല്ലാം സഹിച്ചുകൊണ്ട് അതിനുള്ളിലുള്ളതെല്ലാം അതിനുള്ളിൽ തന്നെ അടക്കി വെക്കുന്ന ഒരു രീതി വലിയൊരു പൊട്ടിത്തെറിയാണ് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM-നകത്തും അല്ലെങ്കിൽ ഈ പറയുന്ന SFI-യും CPM തമ്മിലുള്ള സംഘർഷമായിട്ട് കേരളം CPM ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക അധികാരത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ വരുന്നിട്ടുള്ള ഇപ്പൊ CPM-നെതിരെ വലിയ ആക്ഷേപം എന്ന് പറയുന്നത് CPM വലിയ രീതിയിലുള്ള അഴിമതികൾ നടത്തിയിട്ടുണ്ട്. ഈ അഴിമതികൾ പുറത്തു വരാതെ ഇരിക്കണമെങ്കിൽ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ BJP-യുടെ ഒത്താശ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് CPM അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാരഡി ഗാനം പോലും താങ്ങാൻ കഴിയാത്ത ശേഷിയില്ലാത്തൊരു പാർട്ടിയായിട്ട് CPM മാറുകയാണോ? ഇതിനു മുമ്പോട്ടും ഇവിടെ ഇത്തരത്തിലുള്ള പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലും വലിയ നാടകങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇതിലും വലിയ നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ മതനിന്ദയോ അല്ലെങ്കിൽ മതവികാരം ഉൾപ്പെടുന്നതോ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് CPM-ന് മതത്തെക്കുറിച്ചൊരു ബോധം വന്നത്, മതവികാരങ്ങളെ പറ്റി ഒരു ബോധം വന്നത്. എന്തോ ശബരിമല അയ്യപ്പൻ CPM-നെ കാക്കട്ടെ. അല്ല, SFI ഇനിയിപ്പോ ഓരോ സമരത്തിന് ഇറങ്ങുന്നതിന് മുൻപ് ഒന്നുകൂടി ആലോചിക്കണം, ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിക്കണോ, അല്ലെങ്കിൽ ഇന്ന് ഇത് കഴിയുമ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി എന്തായിരിക്കും എന്നുള്ളത് കൂടി ചിന്തിച്ചിട്ട് വേണം. കാലം കഴിഞ്ഞു പോയി, ഈ സമരത്തിന് ഇനി പ്രസക്തിയില്ല. അതാണ് CPM-ന്റെ ഇന്നത്തെ ഡയലോഗ്.